Hello friends, welcome to my channel Seetha's Kitchen. This video is sponsored by Gen Reviews Online. വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ സ്പോൺസർഡ് ബൈ ജെൻ റിവ്യൂ ഓൺലൈനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അവക്കാഡോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂർഗ് പോയപ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് നല്ലോണം പഴുത്ത അവക്കാഡോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമുക്ക് അവക്കാഡോ കിട്ടൂല, പിന്നെ നമുക്കത് ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടൂല. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഓയിൽ ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സോപ്പ് ഉണ്ടാക്കുമ്പോൾ അവക്കാഡോ ഓയിൽ ചേർത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഴുത്ത അവക്കാഡോ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക എല്ലാം നല്ലോണം പഴുത്തതെല്ലാം ഒന്ന് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാസ്റ്റർ ഓയിലില്ലേ, പിന്നെ ആവണക്കെണ്ണ എന്ന് പറയും, അപ്പോൾ ആ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 100 ml. പിന്നെ അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സാക്കി നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒലിവ് ഓയിലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. പിന്നെ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കതൊന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അടിക്ക് പിടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ച ഒലിവ് ഓയിൽ പിന്നെ മറ്റേ കാസ്റ്റർ ഓയിൽ എല്ലാം നല്ലോണം ഈ അവക്കാഡോൻ്റെ കൂടെ മിക്സ് ആവണം. നല്ലോണം മിക്സായിട്ട് അതൊന്ന് നല്ലോണം തിളച്ച് വരണം. കണ്ടില്ലേ, ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ പാത്രത്തിൽ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി. അത് ഇളക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അത് പൊട്ടി തെറിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വലിയ പാത്രം വെച്ചെങ്കിൽ അങ്ങനെ പൊട്ടി തെറിക്കില്ലല്ലോ മേത്തേക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് അതും വെച്ചു ഇളക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ അവക്കാഡോ ഇട്ട്, ഇത് കണ്ടില്ലേ നമ്മൾ അവക്കാഡോ ഇത്രയ്ക്ക് ഇതായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പിന്നെ തണിയാൻ വെച്ചു. അവക്കാഡോ നല്ലോണം ഒന്ന് ആയപ്പോൾ അതൊന്ന് ഓഫാക്കിയിട്ട് തണിയാൻ വെച്ചിട്ട് ഒരു നേരിയ തുണി എടുത്തിട്ട്, ഷോൾ ഉണ്ടാവില്ല നേരിയത്, അതെടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അതൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം അത് പിഴിഞ്ഞെടുത്തിട്ട് എനിക്ക് ഇത്ര പോരെ എണ്ണയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അവക്കാഡോ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ അവക്കാഡോ ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നല്ല ഗുണങ്ങളുണ്ട്. ഒലിവ് ഓയിലും ചേർത്തിട്ടുണ്ട്, പിന്നെ കാസ്റ്റർ ഓയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എന്താ പറയുക നല്ല സ്കിന്നിനെല്ലാം നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു സോപ്പായിരിക്കും. അതിനാണ് ഈ എണ്ണ വേണമെങ്കിലും നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക്